എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? റാഷിദ് ഇപ്പോൾ പ്രവചിക്കുന്നത് UDF-ന് 91 മുതൽ 102 വരെ, മാത്രമല്ല 41.5% ടു 45% വരെ എത്ര വോട്ട് ശതമാനം കൂടി പറയുന്നുണ്ട്. എങ്ങനെയാണ് ആ പ്രവചന രീതി? എന്താണ് താങ്കൾ സ്വീകരിക്കുന്ന രീതിശാസ്ത്രം? അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ റാഷിദ്? എന്താ ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു. പലപ്പോഴും പ്രവചനത്തിന് നമ്മളൊക്കെ പലപ്പോഴും നിങ്ങളെയൊക്കെ ഞാൻ കാണുമ്പോൾ നമ്പറുകൾ വെച്ചിട്ടാണ് ഇലക്ഷനെ നമ്മൾ പലരും വിലയിരുത്തുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്പറുകളെക്കാൾ ഞാൻ പ്രാധാന്യം കൊടുക്കുക പെർസെന്റേജും ഈ പബ്ലിക്കിന്റെ ഒരു മൈൻഡും തമ്മിലുള്ള ഒരു ഗെയിം ഉണ്ട്. അതിന്റെ ഉള്ളിലാണ് എത്രത്തോളം ഇവരൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ നാടിനോട് പറയുന്ന രാഷ്ട്രീയം ജനങ്ങൾ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് വ്യക്തമായ ഒരു കാൽക്കുലേഷൻ നടത്താൻ പറ്റുമ്പോഴാണ് ഞാൻ പലപ്പോഴും ശരിയായി നിലവിൽ ഈ പറഞ്ഞ നമ്പറുകളിലേക്ക് ഇതെത്താനുള്ള വലിയ രീതിയിലുള്ള ഒരു സുനാമി ഇടതുപക്ഷത്തിനെതിരെ സാധ്യത ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കേരളത്തിൽ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുമ്പോൾ ഈ ഏർപ്പാട് പ്രധാനപ്പെട്ട സ്വിംഗ് വോട്ടേഴ്സിനെയാണല്ലോ നമ്മളൊക്കെ പരിഗണിക്കുന്നത്. അപ്പൊ സ്വിംഗ് വോട്ടേഴ്സിനെ നമ്മൾ സാമുദായികമായി കൂടി കേരളത്തിൽ പരിഗണിക്കേണ്ടതുണ്ട്. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. രാഷ്ട്രീയ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് കേരളത്തിലെ സ്വിംഗ് വോട്ടേഴ്സ് ഇപ്പോൾ LDF-ൽ നിന്ന് UDF-ലേക്ക് മാറാൻ പോകുന്നത് ഒരു 4 മുതൽ 7% വരെ ഉള്ള ഒരു സ്വിംഗ് ഞാൻ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മൈനോറിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി വലിയ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഭയപ്പെട്ടുകൊണ്ടും അവർ രാഷ്ട്രീയത്തെ വലിയ രീതിയിൽ കാണുന്നത് കൊണ്ട് ആ തരത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഈ സ്വിംഗ് വോട്ടേഴ്സിൽ ആദ്യത്തെ സ്ഥാനത്ത് ഞാൻ കാണുന്നത്. രണ്ടാമത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയാണ്. മൂന്നാമത് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നും ആ അളവിൽ വരുന്നില്ലെങ്കിലും മാറുന്നുണ്ട്. പറഞ്ഞു വരുന്ന ആ തരത്തിലുള്ള എല്ലാ എലമെന്റുകൾക്കും ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യതകളുണ്ട്. ഇത് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണുന്ന പിണറായി വിജയൻ എന്നുള്ളത് 2001 ആന്റണി സർക്കാർ വലിയ രീതിയിൽ 100 സീറ്റിലേക്ക് വന്നതിന് ശേഷമാണ് പിണറായി വിജയൻ ആ രാഷ്ട്രീയത്തിന്റെ ചരട് കൈപ്പിടിയിൽ അത് 2001 ശേഷം പിണറായി വിജയൻ കോടിയേരി ബാലകൃഷ്ണനും മലപ്പുറം സമ്മേളനം ആ തരത്തിൽ മുസ്ലിം സമുദായത്തിലേക്ക് വലിയ രീതിയിലുള്ള എഫേർട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അത് കാലക്രമേണ അത് ഒരു ഘട്ടം വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ അത് ആ മാനേജ്മെന്റ് അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പോക്ക് കണ്ടിട്ട് അത് അനുകൂലമാകും. സമീപകാലത്ത് നടന്ന പല വിഷയങ്ങളിലും ആ ഒരു ഏർപ്പാട് വലിയ രീതിയിൽ പരാജയപ്പെട്ടതോടുകൂടി അതിന്റെ ഒരു മറുപുറം എന്ന് പറയുന്നത് കേരളത്തിലെ BJP-യുടെ വോട്ട് കൂടി നമ്മൾ പരിഗണിക്കേണ്ടത്. BJP പിടിക്കുന്ന ആദ്യഘട്ടത്തിലെ വോട്ടുകൾ എന്ന് പറയുന്നത് അതിന്റെ അടിസ്ഥാന വോട്ട് എന്ന് പറയുന്നത് 8% 2 പതിറ്റാണ്ട് മുമ്പൊക്കെ നമുക്ക് കിട്ടിയത്. പക്ഷെ അതിന് ശേഷം നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അതിലേക്ക് മാറിയ വോട്ട് അത് കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു. അത് മാറിയ ഒരു ആദ്യത്തെ 8% 12% BJP വോട്ട് വളർച്ച കാണിച്ചപ്പോൾ 4% കമ്മ്യൂണിറ്റി ഉൾപ്പെടെ അങ്ങോട്ടേക്ക് പോയപ്പോൾ കോൺഗ്രസിന് വലിയ രീതിയിൽ അത് നെഗറ്റീവായിരുന്നു. പിന്നീട് ഈ 10 വർഷത്തെ ഭരണത്തിനിടയിൽ ഈ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വോട്ട് BJP രാഷ്ട്രീയം പറച്ചിൽ വലിയ രീതിയിൽ ആകർഷിച്ചതോടുകൂടി അങ്ങോട്ടേക്ക് മാറുന്നുണ്ട്. ഈ ഗ്യാപ്പ് മൊത്തം കണക്കിൽ LDF-നെ ഈ നികത്തി നിർത്തിയത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ള പൊതുവിലുള്ള ഒരു സർക്കാർ വിരുദ്ധത എന്ന് പറയും. അതിന് സാമുദായികത്തിനും അപ്പുറമുള്ള ഒരു ഏരിയ കൂടിയുണ്ട്. അതുകൂടി വന്നു ചേരുമ്പോൾ ഇത് വലിയ രീതിയിൽ ഈ സർക്കാരിനെ ഈ രാഷ്ട്രീയത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വോട്ടിംഗ് റിസൾട്ടായി മാറും. നമുക്ക് പ്രാണവേദന മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി കഴിഞ്ഞ ഒരു 2001 ശേഷം 43% കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകൾ നിലനിർത്തി പോകുന്ന ഒരു മുന്നണിയായിരുന്നു ഇടതുപക്ഷം. അതിനെ കൃത്യമായി ഈ BJP-യിലേക്കുള്ള ഈഴ വിഭാഗം ഷിഫ്റ്റും ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് പിരിഞ്ഞു പോക്കും കൂടി വരുമ്പോൾ ഇടതുപക്ഷത്തിന്റെ വോട്ട് പെർസെന്റേജിൽ തന്നെ നല്ലൊരു കുറവുണ്ടാവും എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. എന്നെ അപമാനിക്കരുത്. ഭരണത്തിന്റെ ഇടനാഴികളിൽ ഇന്ന് വരെ ആരും എന്നോട് ഇങ്ങനെ ഇടപെട്ടിട്ടില്ല. ആ തരത്തിലുള്ള ഒരു റിസൾട്ടിലേക്ക് പോകും എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട്. അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. ഈ പ്രതികരണങ്ങൾക്കപ്പുറം ഇന്ന് AK ശശീന്ദ്രന്റെ മറ്റൊരു പ്രതികരണം വന്നായിരുന്നു. അതായത് വനവാസത്തിന് പോകുന്ന VD സതീശന് എല്ലാവിധ ആശംസകളും എന്ന് പറയുന്നുണ്ട് AK ശശീന്ദ്രൻ. അത് മാത്രമല്ല വനം വകുപ്പ് മന്ത്രി എന്ന നിലയ്ക്ക് ആ വനവാസത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്നുകൂടിയാണ് ഓഫർ. എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല. പ്രതികരണം അറിയാൻ കാത്തുനിന്നാ കുഴപ്പം ചെയ്യും അല്ലെ? എണീക്കാനല്ലേ പറഞ്ഞത്? അതൊക്കെ പോണ വഴിക്ക് പറഞ്ഞു. കോഴിക്കോട് കടപ്പുറത്ത് പോയി ഫാഷൻ ഷോയിൽ പാട്ട് പാടുന്ന വനം മന്ത്രിയുടെ നാവിന് ഇപ്പോഴെങ്കിലും ഒരു ബലം ഉണ്ടായല്ലോ. അദ്ദേഹം ഞങ്ങൾക്ക് വനം ഉണ്ടാക്കി തരണം. പിണറായി വിജയൻ ഈ പരാജയത്തിന് ശേഷം ആ കൂട്ടത്തിൽ AK ശശീന്ദ്രനും കൂടി പറന്നു പോകേണ്ടി വരും. എവിടേക്കാന്ന് ഞങ്ങൾ പറയുന്നില്ല. ഈ അരുവാളും ചുറ്റിയും ഒക്കെ വായ്ത്തല പോയിട്ട് അറബിക്കടലിലേക്ക് എറിയാൻ വേണ്ടി ജനങ്ങൾ കാത്തു നിൽക്കും. നമുക്ക് വളരെ വിഷമമാണ്. VD സതീശന് വനവാസത്തിന് പോകേണ്ടി വരില്ല. കാരണം ഞങ്ങളുടെ ഡീല് ജനങ്ങളുമായിട്ടാണ്.
ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി കേരളത്തിലെ സാധാരണക്കാരാണ്. ഞങ്ങൾക്ക് വേണ്ടി PR വർക്ക് നടത്തിയത് കേരളത്തിലെ സഖാക്കന്മാരടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ. കോടിക്കണക്കിന് രൂപ കൊണ്ട് 100 മീറ്റർ 50 മീറ്റർ ചുറ്റളവിൽ ദേശീയപാതയുടെ ഓരങ്ങളിൽ പിണറായി വിജയന്റെ മുഖം നിങ്ങൾ എത്ര വട്ടം അടിച്ചു വെച്ചോ അത്രയും വട്ടം കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള സഖാക്കന്മാരടക്കം UDF-നെ തിരിച്ച് അധികാരത്തിൽ കൊണ്ടുവരാൻ തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ. കഴിഞ്ഞ 10 വർഷക്കാല ഹാഷ്മി ഒരുപാട് പ്രതിസന്ധികൾ സംഘടനാപരമായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലതായിരുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ വഴിയാണ് ഞാൻ. കാരണം എന്താ, സംഘടനാപരമായി ഞങ്ങൾക്ക് ഒരുങ്ങാൻ താഴെത്തട്ടിൽ ഇപ്പൊ SIR-ന്റെ പേരൊക്കെ പറയുന്നുണ്ട് പലരും. SIR ആണെങ്കിൽ പോലും വോട്ട് ചോരി ആരോപണത്തിന് ശേഷം അതിന്റെ തെളിവുകൾ വന്നതിന് ശേഷം കേരളത്തിലെമ്പാടും ആ വിഷയം ഉന്നയിച്ച് രാഷ്ട്രീയ സമരങ്ങൾ നടത്തിയ UDF കോൺഗ്രസ് ആണ്. SIR വന്നപ്പോൾ വോട്ടർ പട്ടികയിൽ ക്രമീകരണം നടത്താൻ, വോട്ടർ പട്ടിക പേര് ചേർക്കാൻ, പേര് ഒഴിവാക്കാൻ കൃത്യമായി വോട്ടർ പട്ടിക പഠിച്ച് ഞങ്ങൾ തുടങ്ങിയതാ. ഓരോ ഘട്ടത്തിലും സാധാരണക്കാരുടെ സങ്കടങ്ങളുടെ ശബ്ദമായാണ് ഞങ്ങൾ സമരം ചെയ്തത്. നാണക്കേടായി പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. നോക്ക അതിനുള്ള റിസൾട്ട് ഞങ്ങൾക്ക് 4-ാം തീയതി കിട്ടുമെന്നുള്ളത് ഞങ്ങളുടെ 100% ആത്മവിശ്വാസമാണ്. ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് VD സതീശന് വനവാസത്തിന് പോകേണ്ടി വരും. മനുഷ്യനെ നാണം കെടുത്താനായിട്ട് ഓരോ കോമാളി വേഷോട്ടോണ്ട് ഇറങ്ങിയിരിക്കുക. ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഈ സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അതുമാത്രമല്ല 10 വർഷക്കാലം പോരാട്ടം നടത്തിയ പ്രതിപക്ഷത്തിന്റെ കൂടി വിലയിരുത്തലാണ്. തിരിച്ച് LDF-ന്റെ പ്രതിനിധികൾ പറയൂ, പിണറായി വിജയൻ സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും 4-ാം തീയതി വരുന്ന കേരളത്തിലെ റിസൾട്ട് എന്ന് അവർ പറയാൻ വെല്ലുവിളിക്കുക. ഞാൻ അവർ പറയോ എങ്കിൽ അവർ പറയണം, തോറ്റാൽ തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയൻ സർക്കാരിനാണ്, തോൽവിയുടെ ഉത്തരവാദിത്തം അതിന്റെ ക്യാപ്റ്റനായി നിന്ന അരങ്ങുവാണ് പിണറായി വിജയന് കൂടി ഉള്ളതാണെന്ന് അവർ സമ്മതിക്കും. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. സാധാരണക്കാരായ മനുഷ്യർ, സാധാരണ മനുഷ്യർ ചായ കുടിക്കുന്ന ഒരു ചായക്കടയിൽ ചെന്നാൽ സഖാക്കന്മാരടക്കം മാറ്റി നിർത്തി പറയുന്നത് UDF-ന് അനുകൂലമായിട്ടുള്ള സാഹചര്യമുണ്ട്. ഒരു കാര്യം ഞാൻ പറയട്ടെ, പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. ഇവർക്ക് മനസ്സിലാകുന്നില്ല. ജൈവ ബുദ്ധിജീവിയാണ് കേരളം ഭരിക്കുന്നതെന്ന് ഇവർ പറയുന്ന കാലത്താണ് MA ബേബിയെ പോലുള്ള ആളുകൾ ഗ്രഹസമ്പർക്ക പരിപാടി കഴിഞ്ഞ് പറഞ്ഞത് പാർട്ടിക്ക് വർഗ ബഹുജന സംഘടനയുണ്ട്, ഭരണമുണ്ട്, അതുണ്ട്, ഇതുണ്ട്, പക്ഷെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. MA ബേബിയെ പോലുള്ള ആൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടായിട്ട് ഇവർക്കത് മനസ്സിലായില്ല. ഇവർ വീണ്ടും വീണ്ടും പിണറായി വിജയന്റെ മുഖം ഫ്ലെക്സ് അടിച്ച് വെച്ചുകൊണ്ടിരിക്കുക. LDF അല്ലാതെ മറ്റാരും ഉണ്ട്. കേരളം ഭരിക്കുന്ന CM ഇങ്ങനെ ഒരു കോമാളിയാവരുത്. LDF അല്ലാതെ ആരുണ്ടെന്ന് ജനങ്ങളും തെരഞ്ഞുകൊണ്ടിരുന്നത്. അതിനുള്ള ഉത്തരവാണ് UDF-ലൂടെ ജനങ്ങൾ കൊടുക്കാൻ പോകുന്നത്. LDF അല്ലാതെ പിണറായി വിജയൻ അല്ലാതെ ഇവിടെ മനുഷ്യന്മാർ വേറെയുണ്ട്. സാധാരണക്കാരുടെ സങ്കടങ്ങൾക്ക് കാത് കൊടുക്കുന്ന ഉമ്മൻചാണ്ടിയെ പോലെ ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ വേണമെന്ന് ജനങ്ങൾ തീരുമാനിച്ചു. സാധാരണക്കാരായിട്ടുള്ള സഖാക്കന്മാരും തീരുമാനിച്ചു. അപ്പോഴാണ് അപ്പുറത്ത് കുറെ പേര് പണം കൊടുത്തും സാരി കൊടുത്തും കിറ്റ് കൊടുത്തും ഒക്കെ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നത്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. അധികാരത്തിൽ വരുന്നത് പോട്ടെ, ആ കൂടെ കൊണ്ടുനടക്കുന്ന മുല്ലപ്പൂ വിട്ട വെള്ള ചുരിദാറിട്ട നിഴലിനെങ്കിലും മാറ്റി നിർത്താൻ പറ്റണ്ടേ? കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലെ അതുപോലും സാധിക്കാത്ത കുറെ ആളുകൾ പറയാ AI ആണെന്ന് പറയാ, കൃത്രിമമായിട്ട് ചമച്ചാണെന്നൊക്കെയാ പറയുന്നത്. ഇവരെ എങ്ങനെ വിശ്വസിക്കുന്നത്? അവരെയും വിശ്വസിക്കാൻ പറ്റില്ല. അമ്പലക്കള്ളന്മാർ ഒരു സൈഡില്, അമ്പലക്കള്ളന്മാർക്ക് തുടർ ഭരണത്തിന് വേണ്ടിയിട്ട് വിശ്വാസവഞ്ചന നടത്തുന്ന, ജനാധിപത്യ ചോരണം നടത്തുന്ന ആളുകൾ മറുപക്ഷം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.